Hi students, welcome to a lecture series of Special Relativity. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ടോപ്പിക്കിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് എന്നാണ്. റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്സിൽ കൈകാര്യം ചെയ്യുന്ന പല ഡൈനാമിക്കൽ വേരിയബിളുകളും റിലേറ്റിവിറ്റിയുടെ അതായത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് പറയുന്നത്. ലൈക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനാമിക്കൽ വേരിയബിൾസ് ആയിട്ടുള്ള മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ഇതിൻ്റെയൊക്കെ ബിഹേവിയർ റിലേറ്റിവിറ്റിയിൽ എങ്ങനെയാണ്. നമുക്കറിയാം, നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വളരെ കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് വെരി ലോ സ്പീഡിൽ പാർട്ടിക്കിൾസിൻ്റെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഡൈനാമിക്സ് ആണ് ന്യൂട്ടോണിയൻ ഡൈനാമിക്സ്. അപ്പോൾ അവിടെ ന്യൂട്ടൻ്റെ നിയമങ്ങളാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടി ഹൈ സ്പീഡ് പാർട്ടിക്കിളിൻ്റെ ഫിസിക്സ് കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്തിയപ്പോൾ അവിടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമ്മൾ പറഞ്ഞിരുന്ന പല ആശയങ്ങൾക്കും വ്യത്യസ്തമായി പുതിയ ഇൻ്റർപ്രിട്ടേഷൻ പല ടോപ്പിക്കുകൾക്കും നമ്മൾ കൊടുക്കേണ്ടി വന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലെങ്ത്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കുറച്ചും കൂടി റിലേറ്റീവ് നേച്ചറുള്ള പല ഫ്രെയിം ഓഫ് റെഫറൻസിന് മെഷർ ചെയ്യുമ്പോഴും ലെങ്ത്തിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ലെങ്ത്ത്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരുന്നു. ലെങ്ത്ത് കോൺട്രാക്ഷനൊക്കെ ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സമയം, ടൈം എന്ന് പറയുന്നതും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഈ രണ്ട് ക്വാണ്ടിറ്റീസും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഓർ ക്ലാസിക്കൽ മെക്കാനിക്സ്, കുറച്ചും കൂടി ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് പറയാം 1900 മുമ്പ്, റിലേറ്റിവിറ്റിക്ക് മുമ്പുണ്ടായിരുന്ന മെക്കാനിക്സ്, ആ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ആശയപ്രകാരം ലെങ്ത്തും ടൈമും എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഒബ്സർവർ. ഏത് ഒബ്സർവർക്കും ഒരേ റിസൾട്ട് കിട്ടുന്നതാണ്. അബ്സല്യൂട്ട് ആയിട്ടുള്ള ബിഹേവിയറാണ് കാണിച്ചിരുന്നത്. എന്നാൽ റിലേറ്റിവിറ്റിയിലെത്തിയപ്പോൾ ലെങ്ത്തും ടൈമും എന്ന് പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് വ്യത്യാസം വരും. റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വെരി ഹൈ സ്പീഡ് പാർട്ടിക്കിളിൻ്റെ ഫിസിക്സ് കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ ലെങ്ത്ത്, ടൈം, ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു വെലോസിറ്റി. ആ വെലോസിറ്റി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ആവശ്യം വന്നു. ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഒബ്സർവർക്കനുസരിച്ച് പുതിയൊരു ഇൻ്റർപ്രിട്ടേഷനും പുതിയൊരു വ്യാഖ്യാനവും നമുക്ക് കൊടുക്കേണ്ടി വന്നു. ലെങ്ത്തും ടൈമും, ലെങ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് കോൺട്രാക്ഷൻ ഓർമ്മയുണ്ടാവും. ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക്, മറ്റൊരു ഇനേർഷ്യൽ ഫ്രെയിമിലേക്ക് നമ്മൾ ഒബ്സർവേഷൻ മാറ്റുമ്പോൾ ലെങ്ത്തിനുണ്ടാകുന്ന വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ഡൈലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ഫ്രെയിമിലെയും ക്ലോക്കിലുണ്ടാകുന്ന സമയം, ഒരു മൂവിങ് ക്ലോക്ക് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ പറഞ്ഞ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂളല്ല റിലേറ്റിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ കൈകാര്യം ചെയ്തിരുന്ന ആശയങ്ങളായിട്ടുള്ള ലെങ്ത്തും ടൈമിനും വെലോസിറ്റിയൊക്കെ റിലേറ്റിവിറ്റിയുടെ സിറ്റുവേഷനിൽ, റിലേറ്റിവിസ്റ്റിക് സ്പീഡിൽ പുതിയ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ മാറി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വന്നതും അതിൻ്റെ ഭാഗമായിട്ട് ലെങ്ത്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ, സൈമുൾട്ടേനിറ്റി, അതേപോലെ തന്നെ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂള്, റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ് തന്നെ ക്ലാസിക്കൽ വേവ്സിൽ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ അല്ല ലൈറ്റിൽ ഉണ്ടായത്. അപ്പോൾ പല കാര്യങ്ങൾക്കും റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് പാർട്ടിക്കിളുകളുടെ ഫിസിക്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മറ്റ് പല ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഫിസിക്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന. ഒരു പാർട്ടിക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് അതിൻ്റെ മൊമെൻറ്റം. ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ എം വി എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള രൂപത്തിലാണ് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഈസ് ഇറ്റ് സെയിം ഇൻ റിലേറ്റിവിറ്റി? അതാണ് ആദ്യത്തെ ചോദ്യം. റിലേറ്റിവിറ്റിയിലും മൊമെൻറ്റത്തിനെ ഈ രൂപത്തിൽ തന്നെ നിർവചിക്കാമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതല്ല മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ വേണ്ടി വരുന്ന നമ്മൾ ഈ ഒരു സെക്ഷൻ ടോപ്പിക്ക് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഇതിലൊരു മോഡിഫിക്കേഷൻ വേണം എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കൈനറ്റിക് എനർജി. അടുത്തൊരു ക്വാണ്ടിറ്റിയാണ്, ഡൈനാമിക്കൽ വേരിയബിൾ ആണ് കൈനറ്റിക് എനർജി. അതിലും ക്ലാസിക്കൽ കൈനറ്റിക് എനർജി നമ്മൾ p²/2m അല്ലെങ്കിൽ 12mv² എന്നൊക്കെയാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഇത് തന്നെയാണോ റിലേറ്റിവിറ്റിയിലും എന്നുള്ളതാണ് ചോദ്യം. അല്ല എന്നുള്ളതാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ മൊമെൻറ്റം, കൈനറ്റിക് എനർജി, പിന്നെ നമ്മളൊരു എനർജി, റെസ്റ്റ് എനർജി, കൈനറ്റിക് എനർജി, എന്താ പറയുക, റിലേറ്റിവിസ്റ്റിക് എനർജി, പിന്നെ നമ്മളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഐൻസ്റ്റീൻ്റെ റിലേഷൻ E=mc² എന്ന് പറയുന്ന റിലേഷൻ, അതിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ പല ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റത്തിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യും. ക്ലാസിക്കൽ ഫിസിക്സിൽ പറഞ്ഞിരുന്നത് മൊമെൻറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി റിലേറ്റിവിറ്റിയിലെ മൊമെൻറ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലൊക്കെ വ്യത്യാസം വരും. കൈനറ്റിക് എനർജി ക്ലാസിക്കൽ ഫിസിക്സിൽ ഉപയോഗിച്ചിരുന്ന കൈനറ്റിക് എനർജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ നമ്മൾ മാസ് എനർജി ഇക്വിവലൻസ് എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ ഫേമസ് ആയിട്ടുള്ള E=mc² റിലേഷനിലേക്ക് എത്തിച്ചേരും ഫൈനലി. ഇതാണ് റിലേറ്റിവിറ്റിയുടെ ഒരു ഡിസ്കഷൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ചാപ്റ്ററിൽ, ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റം എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കൊളീഷൻ പ്രോബ്ലമാണ്. രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള കൊളീഷൻ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൈനറ്റിക് എനർജി, റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൊളീഷൻ പ്രോബ്ലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഐൻസ്റ്റീൻ്റെ പോസ്റ്റുലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓൾ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് have same form in all inertial frames. ഓർമ്മയുണ്ടോ? ഒരു ബേസിക് ലോസ്, ഫിസിക്സിലെ ബേസിക് ലോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായും ഓർമ്മ വരിക കൺസർവേഷൻ ലോസ് ആണ്. കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി, അതുപോലെ ഒരുപാട് കൺസർവേഷൻ ലോസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഒരു കൊളീഷൻ പ്രോബ്ലം, രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള കൊളീഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ അടിസ്ഥാന തത്വം പാലിക്കപ്പെടണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഇത്തരം കൺസർവേഷൻ ലോസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മൊമെൻറ്റത്തിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നത്. റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ മൊമെൻറ്റം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, മൊമെൻറ്റം എന്ന് പറയുന്ന ഡൈനാമിക്കൽ വേരിയബിളിനെ മോഡിഫൈ ചെയ്ത് ഒരു റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നത് ഈ കൺസർവേഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ടും ഒരു കൊളീഷൻ പ്രോബ്ലത്തിലെ കൺസർവേഷൻ ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഏകദേശം ഈ റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് എന്താണെന്നും അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഈ ലെക്ചറിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. സോ നൗ വി consider a collision problem. So we are considering a collision problem
a collision problem between two particles of mass m1 and m2. രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. പാർട്ടിക്കിൾ 1ന്റെ മാസ് m1 എന്നെടുക്കുക, പാർട്ടിക്കിൾ 2ന്റെ മാസ് m2 എന്നെടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം പഠിക്കുന്നത്. 2 ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ കൊളീഷൻ പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിന് രണ്ട് ഫ്രെയിംസ് ഉണ്ട്. ഒരു ഫ്രെയിം എസ് ഫ്രെയിം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. എസ് ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ഗ്രൗണ്ട്. അവിടുത്തെ ഒബ്സർവറിനെ ഞാൻ ഒ എന്ന് കൺസിഡർ ചെയ്യാണ്. അനദർ ഫ്രെയിം എസ് പ്രൈം ഫ്രെയിം which is moving with a velocity v is equal to 0.550 c. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒബ്സർവറിനെ ഒ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് നമ്മൾ പ്രോബ്ലത്തിനെ നമ്മൾ രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ട് പഠിക്കുന്നു. റെസ്റ്റിലുള്ള ഒരു ഫ്രെയിമും പിന്നെ 0.550 സി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കൊളീഷൻ പ്രോബ്ലത്തിനെ തൽക്കാലം ഒരു ചേംബറിലാണ് എന്ന് കൺസിഡർ ചെയ്യാം. ഒരു കൊളീഷൻ പ്രോബ്ലം ഒരു ചേംബറിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസുകളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. m1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസിനെ 2m എന്നെടുക്കുക തൽക്കാലം. സെക്കൻഡ് പാർട്ടിക്കിളിനെ m2 is equal to m എന്നെടുക്കുക. ഓക്കെ, ഇതൊരു ചേംബറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ചേംബറാണ് 0.550 സിയിൽ ട്രാവൽ ചെയ്യുന്നൊരു ചേംബറാണെന്ന് വിചാരിക്കാം. v is equal to 0.550 സി. അതായത് ഈ ചേംബർമേലാണ് ഒരു ഒബ്സർവർ നിൽക്കുന്നത്. ആ ഒബ്സർവറാണ് ഒ പ്രൈം. ഈ ചേംബറാണ് എസ് പ്രൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൊളീഷൻ പ്രോബ്ലം എസ് പ്രൈം ഫ്രെയിമിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എസ് പ്രൈം ഫ്രെയിമിനെ നോർമലി നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, അതിൻ്റെ കോർഡിനേറ്റ്സിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എക്സ് പ്രൈം വൈ പ്രൈം എന്നുള്ളതാണ്. അപ്പോൾ ഒബ്സർവർ 0.550 സി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നൊരു ഒബ്സർവറാണ്. ആ ചേംബറിലാണ് ഇരിക്കുന്നത്. ആ ചേംബറിൽ ഇരുന്നു കൊണ്ടാണ് ഈ രണ്ട് പാർട്ടിക്കിളുകളുടെ കൊളീഷൻ പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പാർട്ടിക്കിളിൻ്റെ ഇത് റെസ്റ്റ് എന്നെടുക്കുക. ഫസ്റ്റ് പാർട്ടിക്കിൾ 1 ഈ സപ്പോസ് ഈ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം, ഒ പ്രൈം ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക ഇടിക്കുന്നതിന് മുമ്പ്. സെക്കൻഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സപ്പോസ് ദിസ് സെക്കൻഡ് പാർട്ടിക്കിൾ അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇനീഷ്യൽ സ്പീഡിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, u2i പ്രൈം എന്നെടുക്കാം. കാരണം എസ് പ്രൈം ഫ്രെയിമിലെ വാല്യൂസിനെയൊക്കെ നമ്മളൊരു പ്രൈം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അത് ഈ ഡയറക്ഷനിലാണ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഇപ്പോൾ നെഗറ്റീവ് ഡിറക്ഷൻ -0.750 സി എന്നെഴുതാം. സോ ഇടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനീഷ്യൽ ഇടിക്കുന്നതിന് ബിഫോർ കൊളീഷൻ 2m മാസുള്ള ഒരു പാർട്ടിക്കിളും m മാസുള്ള ഒരു പാർട്ടിക്കിളും ഉണ്ട്. 2m മാസുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. m മാസുള്ള പാർട്ടിക്കിള് -0.750 സിയിൽ ഇതിൻ്റെ അടുത്തേക്ക് വരികയാണ്, ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഇടിച്ചതിന് ശേഷം 2m എന്തായാലും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ ആ സ്പീഡിനെ u1f എന്നെടുക്കാം. ഫൈനൽ സ്പീഡ് എന്നുള്ള അർത്ഥത്തിൽ u1f. ഇതാണ് കൊളീഷന് ശേഷമുള്ളത്. m മാസുള്ള ആള് ഇങ്ങോട്ടും പോവും. അതിനെ നമുക്ക് u2
u1 പ്രൈം എഫ് u2 പ്രൈം എഫ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കൊളീഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആദ്യം കൊളീഷൻ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് എസ് പ്രൈം ഫ്രെയിമിലാണ്. 0.550 c സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ കൊളീഷൻ പ്രോബ്ലം അനലൈസ് ചെയ്യുമ്പോൾ 2m മാസുള്ള പാർട്ടിക്കിളും m മാസുള്ള പാർട്ടിക്കിളും നമ്മൾ കൂട്ടിയിടിക്കുന്നു, അതിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. ഇതാണ് നമ്മൾ ഈ ഫ്രെയിമിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഏത് ഫ്രെയിമിലായാലും പോസ്റ്റുലേറ്റ് ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി പ്രകാരം ടോട്ടൽ മൊമെൻറ്റം കൺസർവേഷൻ ലോ വാലിഡ് ആയിരിക്കണം. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു total momentum before collision must be equal to total momentum after collision. Total momentum after collision. ഇത് വിത്ത് റെസ്പെക്ട് ടു O പ്രൈം ആണ്. അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റത്തിനെ ഇനീഷ്യൽ മൊമെൻറ്റത്തിനെ PI പ്രൈം എന്ന് എഴുതാം, മറ്റത് PF പ്രൈം എന്ന് എഴുതാം. ഇതാണ് വിത്ത് റെസ്പെക്ട് ടു O പ്രൈം. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില ന്യൂമറിക്കൽ വാല്യൂസ് നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു കുറച്ചുകൂടി വൈസ്ഫുൾ ആയിട്ട് ഈ രണ്ട് പാർട്ടിക്കിളുകളുടെയും വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഇടിച്ചതിന് ശേഷമുള്ള വെലോസിറ്റി എത്രയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. u2 എഫ് പ്രൈം എന്ന് പറയുന്നത് വലത്തോട്ടാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0.250 c ആണെന്ന് വിചാരിക്കാം. ഇത് -0.500 c ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ലെറ്റ് us assume that ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്യൂം ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഒരു അസംഷൻ, ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് us assume that, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്താൽ m മാസ് 2m മാസ് ഉള്ളതും m മാസ് ഉള്ളതും ഇത്തരം സ്പീഡിലുള്ള ആളുകൾ കൂട്ടിയിടിക്കുമ്പോൾ കിട്ടുന്ന സ്പീഡുകൾ നിങ്ങൾ വേണമെങ്കിൽ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക u1 എഫ് പ്രൈം will be equal to -0.500 c and u2 f prime will be equal to 0.250 c. ഈ രൂപത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഒരു ന്യൂട്ടോണിയം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടോണിയം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് യൂസിങ് ക്ലാസിക്കൽ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. നമുക്കിപ്പോൾ റിലേറ്റിവിറ്റിയിലുള്ള മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ മൊമെൻറ്റം എങ്ങനെ എഴുതാമെന്ന് അറിയാം. ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ക്ലാസിക്കലിലെ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊമെൻറ്റത്തിന് എഴുതാൻ പോവാണ്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് പാർട്ടിക്കിളുകളുണ്ട്. ഈ രണ്ട് പാർട്ടിക്കിളുകളുടെയും മൊമെൻറ്റം എഴുതണം, അത് കൂട്ടണം. ആഫ്റ്റർ കൊളീഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പ്രകാരം, അക്കോർഡിംഗ് ടു ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, നമുക്ക് PI പ്രൈം എന്ന് പറയുന്നത്, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസ് m1, അപ്പോൾ u1i പ്രൈം പ്ലസ് m2 u2i പ്രൈം. ഇതാണ് PI പ്രൈം വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ m1 എന്നുള്ളതിന് പകരം മാസ് എത്രയാണ്, 2m ആണ്. u1i എന്ന് പറയുന്നത് ഇത് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 0 ആണ്. പ്ലസ് m2 എന്ന് പറയുന്നത് m ആണ്, ഇൻറ്റു -0.750 c. ഉത്തരം എത്ര വരും? -0.750 m ഇൻറ്റു c. ഇതാണ് PI പ്രൈം വരിക. ഇനീഷ്യൽ മൊമെൻറ്റം ഇത്ര വരും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 3.
Clear? So what is total momenta after collision? Total momenta after collision. Momentum എന്ന് എഴുതാതെ മൊമെന്റ എന്ന് എഴുതാണ്, രണ്ട് പാർട്ടിക്കിളുള്ള കാരണം. ടോട്ടൽ മൊമെന്റ ആഫ്റ്റർ കൊളീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. പി എഫ് പ്രൈം ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ഏത് ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളമാണ്? ഒ പ്രൈം ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളമാണ്. M1 U1 F പ്രൈം പ്ലസ് M2 U2 F പ്രൈം എന്ന് എഴുതാം. സോ യുവർ എക്സ്പ്രഷൻ വിൽ ബിക്കം Pf prime is equal to M1 എന്ന് പറയുന്നത് 2m വരും, U1 F prime എന്ന് പറയുന്നത് -0.500C പ്ലസ് M ഇൻറ്റു U2 F prime, അത് എത്ര വരും? U2 F prime എന്ന് പറയുന്നത് 0.250C. സോ യുവർ റിസൾട്ട് വിൽ ബി -0.750C എന്ന് വരും. അതായത് Pi prime not is equal to Pf prime. So conservation of momentum ഏത് ഫ്രെയിമിൽ വാലിഡ് ആവുന്നുണ്ട്? ഒ പ്രൈം ഫ്രെയിമിൽ വാലിഡ് ആവുന്നുണ്ട്. ന്യൂട്ടന്റെ മൊമെന്റത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈസ് വാലിഡ് വിത്ത് റെസ്പെക്ട് ടു observer O prime. O prime ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം, O പ്രൈമിലുള്ള ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം മൊമെന്റം കൺസർവേഷൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ഫോർമുല ശരിയാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേ പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏത് ഫ്രെയിമിൽ ഇതിനെ എഴുതാൻ പറ്റും? ഒബ്സർവർ O, റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഫ്രെയിം അത് നമുക്ക്, എന്നിട്ട് അവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ വാലിഡ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ന്യൂട്ടന്റെ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമുക്ക് കിട്ടുക അങ്ങനെ വാലിഡ് ആവുന്നില്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാം. Let us consider the same situation. Let us consider the same situation with respect to observer O, that is at rest. അപ്പോൾ നമുക്ക് എസ് ഫ്രെയിം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇനീഷ്യൽ, ഫൈനൽ. ഇടിക്കുന്നതിന് മുമ്പുള്ള ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മാസ് നമ്മൾ 2m ആണ് എടുത്തേക്കുന്നത്. അവിടെ റെസ്റ്റിൽ എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ ചിലപ്പോൾ അതിനൊരു സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, U1I എന്ന് നമുക്ക് എഴുതാം. U1I പ്രൈം എന്നാണ് നമ്മളിവിടെ എടുത്തത്. ഈ മാസ് m എന്ന് തന്നെ എടുക്കുക. മാസ് എന്ന് പറയുന്നത് രണ്ട് ഫ്രെയിമിലും സെയിം ആണ് എന്നാണ് നമ്മളുടെ അസംഷൻ. അപ്പോൾ നമുക്കിവിടെ U2I എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇടിച്ചതിന് ശേഷം ഈ പാർട്ടിക്കിൾ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യും. 2m മാസുള്ള പാർട്ടിക്കിൾ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യും. അതിനെ നമുക്ക് U1F എന്നെഴുതാം. മറ്റേ പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യും. U2F എന്നെഴുതാം. അപ്പോൾ നമുക്ക് ഈ U1I, U2I, U1F, U2F എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇതിൻ്റെ വാല്യൂസ് എത്രയാവും? ഇതേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിമിലെ U1 എന്താ പറയുക, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് അറിയാമെങ്കിൽ ഈ ഫ്രെയിമിലെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഒബ്സർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കറിയാം, റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. UX പ്രൈം ഇസ് ഈക്വൽ ടു UX മൈനസ് V ഡിവൈഡഡ് ബൈ 1 മൈനസ് VUX ബൈ C². ഈ V എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, UX ഇസ് ഈക്വൽ ടു UX പ്രൈം പ്ലസ് V ഡിവൈഡഡ് ബൈ 1 പ്ലസ്
VUX prime by C square. ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് U1I U2I U1F U2F ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. വളരെ ലളിതമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. U1I is equal to U1I prime plus V divided by 1 plus V U1I prime by C square എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ V എന്ന് പറയുന്നത് S പ്രൈം ഫ്രെയിമിന്റെ സ്പീഡാണ്. അപ്പോൾ നമുക്കിവിടെ U1I പ്രൈം എന്ന് പറയുന്നത് ഈ 2m മാസുള്ള പാർട്ടിക്കിളിന്റെ ഈ S പ്രൈം ഫ്രെയിമിലെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. 0 പ്ലസ് 0.550c divided by 1 plus 0.550c into 0 by c square എന്ന് എഴുതാം. So your result will be 0.550c എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, PI പ്രൈം ഇസ് ഈക്വൽ ടു PF പ്രൈം. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. സോ U1I കിട്ടി. U1I എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 6 കിട്ടുക. ദെൻ U2I എന്ത് വരും? U2I എന്ന് പറയുന്നത് U2I പ്രൈം പ്ലസ് V ഡിവൈഡഡ് ബൈ 1 പ്ലസ് V U2I prime by C square. U2I prime എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.750c ആണ്, പ്ലസ് 0.550c ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.550c ഇൻറ്റു -0.750c by C square. So your result will be -0.3404c. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഈ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് U2I വരിക, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, ദെൻ വാട്ട് ഈസ് U1F? U1F എന്ന് പറയുന്നത് U1F പ്രൈം പ്ലസ് V divided by 1 plus V U1F prime by C square എന്ന് വരും. U1F prime നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു, -0.500c plus 0.550c divided by 1 plus 0.550c into -0.500c by C square എന്ന് എഴുതാം. So the result will be 0.0689c എന്ന് വരും. ഇതാണ് U1F വരിക, which is equation number 8. And what is U2F? U2F is equal to U2F prime plus C plus V divided by 1 plus V U2F prime by C square എന്ന് എഴുതാം. U2F prime എന്ന് പറയുന്നത് 0.250c ആണ്. 0.250c plus 0.550c divided by 1 plus 0.550c into 0.250c by C square എന്ന് വരും. The result will be 0.7032c. 0.7032c എന്ന് വരും, which is equation number 9. Okay, then അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ചു. U1I, U2I, U1F, U2F അതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O
ടോട്ടൽ മൊമെന്റ ബിഫോർ കൊളീഷൻ എത്ര വരും? ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ആശയം കടമെടുക്കുകയാണെങ്കിൽ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ പി ഐ എന്ന് പറയുന്നത് m1u1i പ്ലസ് m2u2i എന്ന് എഴുതാൻ പറ്റും. m1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ് 2m ആണ്. u1i എന്ന് പറയുന്നത് u1i നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ u1i എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 6 പ്രകാരം 0.550c ആണ്. 0.550c ആണ്. പ്ലസ് m2 എന്ന് പറയുന്നത് m ആണ്. u2i എന്ന് പറയുന്നത് -0.3404c എന്ന് വരും. സോ ദ റിസൾട്ട് വിൽ ബി 0.7596 m into c എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 10. ഓക്കെ, ഇനി ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളീഷൻ എത്ര വരും? ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളീഷൻ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളീഷൻ. ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് PF is equal to m1u1f plus m2u2f. m1 എന്ന് പറഞ്ഞാൽ 2m ആണ്. u1fന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 8 പ്രകാരം 0.0689 ആണ്. 0.0689c ആണ്. പ്ലസ് m2 എന്ന് പറയുന്നത് m ആണ്. u2f എന്ന് പറയുന്നത് 0.7032c ആണ്. So the final result will be 0.841 m into c. Equation number 11. C equation number 10 equation number 11 മാച്ച് ചെയ്യുന്നില്ല. അതായത് ടോട്ടൽ മൊമെന്റ ബിഫോർ കൊളീഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റ ആഫ്റ്റർ കൊളീഷൻ. Conservation of law is not valid. Conservation of momentum is not valid according to observer O. സി രണ്ട് ഫ്രൈമിൽ നമ്മൾ കൊളീഷൻ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്തു. ഓയിലും ഓ പ്രൈമിലും നമ്മൾ കൊളീഷൻ പ്രോബ്ലം കൺസിഡർ ചെയ്തു. ഓ പ്രൈമിലെ കൺസർവേഷൻ ലോ വാലിഡ് ആണ്. ഓനെ സംബന്ധിച്ചിടത്തോളം കൺസർവേഷൻ ലോ നോട്ട് വാലിഡ് ആണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒരിക്കലും ഇത് റിലേറ്റിവിറ്റിയുടെ ഐൻസ്റ്റീൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റിന്റെ ലംഘനമാണ്. ഓക്കെ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി. ഒരിക്കലും ഒരു ഒബ്സർവർക്ക് ഈ ലോ വാലിഡ് ആവും, മറ്റൊരു ഒബ്സർവർക്ക് ലോ വാലിഡ് ആവുക എന്ന് പറയുന്ന അത്തരം ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് നമുക്ക് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റിവിറ്റിയിൽ ഈ രണ്ട് ഫ്രെയിമിലും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് റിസൾട്ടായിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ കൺസർവേഷൻ ലോ രണ്ട് ഫ്രെയിമിലും വാലിഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും പ്രശ്നം, എന്തായിരിക്കും റീസൺ എന്നുള്ള ഡിസ്കഷനിൽ നിന്നാണ് ഐൻസ്റ്റീൻ ഒരു മൊമെന്റത്തിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. റിലേറ്റിവിറ്റിയിലുള്ള റിലേറ്റിവിസ്റ്റിക് മൊമെന്റം പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഐൻസ്റ്റീൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു റീഡിഫൈൻ മൊമെന്റം. എങ്ങനെ റീഡിഫൈൻ ചെയ്യണം? എങ്ങനെ റീഡിഫൈൻ ചെയ്താലാണോ രണ്ട് ഫ്രെയിമിലും കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആവുക, അങ്ങനെ റീഡിഫൈൻ ചെയ്യണം. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമുക്കറിയാം റിലേറ്റിവിറ്റി എപ്പോഴും ഹൈ സ്പീഡ് പാർട്ടിക്കിളിന്റെ ഫിസിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. വി ഫാർ ലെസ് ദാൻ സി, അതായത് ലോ സ്പീഡിലേക്ക് എത്തിച്ചേർന്നാൽ റിലേറ്റിവിറ്റിയുടെ തിയറികൾ മുഴുവൻ
റിലേറ്റിവിറ്റിയുടെ തിയറികൾ മുഴുവൻ അപ്രോച്ചസ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊമെൻറ്റത്തിനെ റീഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെ മൊമെൻറ്റത്തിനെ റീഡിഫൈൻ ചെയ്താലാണോ രണ്ട് ഫ്രെയിമിലും കൺസർവേഷൻ മൊമെൻറ്റം സാറ്റിസ്ഫൈ ചെയ്യുക, അങ്ങനെ റീഡിഫൈൻ ചെയ്യണം. മറ്റൊന്ന് എന്ന് പറയുന്നത് നിലവിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, മൊമെൻറ്റത്തിൻ്റെ ഡെഫിനേഷൻ ഉണ്ടല്ലോ, അത് ലോ സ്പീഡിൽ റിലേറ്റിവിറ്റിയുടെ തിയറി അപ്ലൈ ചെയ്താലും ആ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ പഴയ റിലേഷൻ അച്ചീവ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, അതായത് റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം എന്ന് പറയുന്ന നമ്മളൊരു പുതിയ റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം ബിക്കംസ് the conventional classical momentum when v far less than c. ഇത് വരണം. അപ്പോൾ ആ രൂപത്തിലാണെങ്കിൽ ഈ രണ്ട് ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ. അങ്ങനെ ഐൻസ്റ്റീൻ റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. By considering these, let us define the relativistic momentum. Let us define relativistic momentum of a particle of mass m moving with a velocity v is p is equal to m divided by root 1 minus v square by c square into v. മുമ്പ് നമ്മൾ എഴുതിയിരുന്നത് എം ഇൻറ്റു വി എന്നായിരുന്നു. അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു വി എന്ന് നമ്മൾ മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ 3 കമ്പോണൻറ്റുകളായിട്ട് എഴുതുകയാണെങ്കിൽ പിക്ക് 3 കമ്പോണൻ്റ് ഉണ്ടാവും. അപ്പോൾ പി എക്സ് ഇസ് ഈക്വൽ ടു എം വി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വി എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ സ്പീഡാണ്. പി വൈ എന്ന് പറയുന്നത് എം വി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആൻഡ് പി സെഡ് ഇസ് ഈക്വൽ ടു എം വി സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ രൂപത്തിൽ റീഡിഫൈൻ ചെയ്തു മൊമെൻറ്റത്തിനെ 3 കമ്പോണൻറ്റുകളായിട്ട് എഴുതുകയും ചെയ്തു. സോ ഇതാണ് റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, relativistic expression for momentum. relativistic momentum ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, വി ഫാർ ലെസ് ദാൻ സി ആണെങ്കിൽ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആവും വെൻ വി ഫാർ ലെസ് ദാൻ സി. സോ യുവർ മൊമെൻറ്റം വിൽ റെഡ്യൂസ് ടു ക്ലാസിക്കൽ മൊമെൻറ്റം എം ഇൻറ്റു വി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്ലാസിക്കൽ മൊമെൻറ്റത്തിലേക്ക് നമ്മൾ ഇതിനെ വീണ്ടും വി ഫാർ ലെസ് ദാൻ സി ആണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ റീഡിഫൈൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതാണ് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മൊമെൻറ്റം. അപ്പോൾ ഈ എമ്മിനെ നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കും. സാധാരണ റിലേറ്റിവിറ്റിയിൽ ഈ എമ്മിനെ നമ്മൾ സാധാരണ വിളിക്കാറുള്ളതാണ് റസ്റ്റ് മാസ്. എന്താണ് റസ്റ്റ് മാസ് എന്നുള്ളത് നമ്മൾ ഇനി പറയും. ഇത് മൊമെൻറ്റത്തിൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളത് പറയുക. നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മാസ് വേരിയേഷനാണ് പലപ്പോഴും റിലേറ്റിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. മാസ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മാസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് പറയാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അപ്പോൾ ഇത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് വി എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ സ്പീഡാണ്. അപ്പോൾ വി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റമാണ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് അനലൈസ് ചെയ്ത കൊളീഷൻ പ്രോബ്ലം വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യാം.
ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു അനാലിസിസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ശരിയാണോ, നമ്മൾ ഈ എഴുതിയേക്കുന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആണോ എന്ന് ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞ അതേ കൊളീഷൻ പ്രോബ്ലം ഒന്നും കൂടി ആവർത്തിക്കാൻ പോവാണ്. അപ്പോൾ ആ കൊളീഷൻ പ്രോബ്ലത്തിൽ അപ്പോൾ നമുക്ക് അത് എഴുതാം. നൗ വി ക്യാൻ reanalyze the collision problem using the new relativistic expression for momentum. അപ്പോൾ നമ്മൾ വീണ്ടും മുമ്പ് ഓർമ്മയുണ്ടാവും, 2 ഫ്രെയിമിലാണ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. O പ്രൈം എന്ന് പറയുന്ന ഒബ്സർവറും O എന്ന് പറയുന്ന ഒബ്സർവറും. നമുക്ക് 2m എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, m എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇത് u1 i പ്രൈം, അത് 0 ആണ്. ഇത് u1 u2 i പ്രൈം, ഇതാണ് ഇനീഷ്യൽ സിറ്റുവേഷൻ. ഫൈനൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2m മാസ് തന്നെ u1 f പ്രൈമും u2 f പ്രൈമും ആണ്. ഇത് m, ഇത് 2m. ഇങ്ങനെയാണ് നമ്മൾ O പ്രൈം ഫ്രെയിമിൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. O ഫ്രെയിമിലാണെങ്കിൽ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. 2m എന്ന് പറയുന്നത് u1 i, u2 i, 2m ഉം m ഉം ഇനീഷ്യലി കൊളീഷന് മുമ്പ്, കൊളീഷന് ശേഷം ഫൈനൽ ഈ 2m എന്ന് പറയുന്നത് ഇങ്ങോട്ടും u1 f ഉം u2 f. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയെടുത്തത്. അവിടെ നമ്മൾ ഉപയോഗിച്ച വാല്യൂസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ ഫ്രെയിം മൂവ് ചെയ്യുന്നത് v is equal to 0.550c. നമ്മളുടെ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മൊമെൻറ്റം സാറ്റിസ്ഫൈ ചെയ്യാനും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളിവിടെ വാല്യൂസ് ഒന്ന് ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ട ന്യൂമറിക്കൽ വാല്യൂസ് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. u1 i പ്രൈം എന്ന് പറയുന്ന 0 തന്നെ, റെസ്റ്റിൽ തന്നെ ഫസ്റ്റ് പാർട്ടിക്കിൾ. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് u2 i പ്രൈം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരുന്നത് -0.750c തന്നെയാണ് നമ്മൾ എടുത്തത്. u1 f പ്രൈം എന്ന് പറയുന്നത് മുമ്പ് എടുത്തിരുന്ന വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി ഈ ഒരു റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രൂപത്തിൽ നമ്മളൊരു വാല്യൂ എടുക്കുകയാണ്, -0.585c, ആൻഡ് u2 f പ്രൈം ഈസ് ഈക്വൽ ടു 0.294c. ഇങ്ങനെ എടുക്കാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 15. ഇക്വേഷൻ നമ്പർ 13 കൊടുക്കുക. ഓക്കെ, then with respect to O prime, total momentum before collision എങ്ങനെ എഴുതാം? total momentum before collision നമുക്കതിനെ
പി ഐ പ്രൈം എന്ന് എഴുതാം. നമുക്കറിയാം റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മൊമെന്റം എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ് മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ എഴുതുക. വി സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റമാണ് ഈ രൂപത്തിൽ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടെ മാസ് ഫസ്റ്റ് പാർട്ടിക്കിൾ m1 ആണെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് u1i ആണെന്ന് വിചാരിക്കുക. m1u1i ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u1i സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് പാർട്ടിക്കിൾ. സെക്കൻഡ് പാർട്ടിക്കിൾ മാസ് m2 ആണ്. അപ്പോൾ m2 അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് u2i ആണ് ഇനീഷ്യലി. u1i പ്രൈം, ഇവിടെ u1i പ്രൈം ഉണ്ട്, u2i പ്രൈം ഡിവൈഡഡ് ബൈ പ്രൈം ഉണ്ട് റൂട്ട് ഓഫ് 1 മൈനസ് u2i പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ m1 പകരം 2m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m2 പകരം m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u2i പ്രൈം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 13 നിന്ന് -0.750c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യുവർ ആൻസർ വിൽ ബി -1.134 m ഇൻറ്റു സി എന്ന് നമുക്ക് ഉത്തരം കിട്ടും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 14. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി ഫൈനൽ മൊമെന്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ ഫൈനൽ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ഒ പ്രൈം, അഗെയിൻ ഒ പ്രൈം. അപ്പോൾ നമുക്കതിനെ പി എഫ് പ്രൈം എന്ന് എഴുതാം. പി എഫ് പ്രൈം ഇസ് ഈക്വൽ ടു m1 u1 എഫ് പ്രൈം ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u1 എഫ് പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് m2 u2 എഫ് പ്രൈം ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u2 എഫ് പ്രൈം സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ the expression will become m1 പകരം പി എഫ് പ്രൈം എന്ന് പറയുന്നത് 2m എന്ന് എഴുതാം. u1 എഫ് പ്രൈം എന്ന് പറയുന്നത് 0.585c ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് 0.585c ബൈ സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് m2ന്റെ മാസ് m ആണ്. u2 എഫ് പ്രൈം എന്ന് പറയുന്നത് 0.294c ആണ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് 0.294c ബൈ സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. യുവർ ആൻസർ വിൽ ബി ഈക്വൽ ടു -1.1350c എന്ന് എഴുതാം. അതായത് പി ഐ പ്രൈം ഈസ് ഈക്വൽ ടു പി എഫ് പ്രൈം അക്കോർഡിംഗ് ടു ഒബ്സർവർ ഒ പ്രൈം. ഒ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആവുന്നുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേ പ്രോബ്ലം തന്നെ ഒ പ്രൈം ഓയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഒ, വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഒ. ഒബ്സർവർ ഓയിൽ നമുക്ക് ഉള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് u1i u2i ഇനീഷ്യൽ വെലോസിറ്റീസ്, ഫൈനൽ വെലോസിറ്റീസ് u1f u2f ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടോട്ടൽ മൊമെന്റത്തിനെ നമ്മൾ പി ഐ എന്നാണ് എഴുതുക. നമുക്ക് ഇങ്ങനെ എഴുതാം, m1 u1i ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u1i സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് m2 u2i ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് u2i സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. വെലോസിറ്റി അഡീഷൻ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് u1i നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, u1i പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി u1i പ്രൈം
ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് u1i എന്ന് പറയുന്നത് 0.550 സി എന്ന് എഴുതാം. u2i എന്ന് പറയുന്നത് -0.340 സി, ഇതേ വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ u1f എന്ന് പറയുന്നത് -0.51 സി കൊടുക്കാം. u2f എന്ന് പറയുന്നത് 0.727 സി എന്നും കിട്ടും. ഇതൊക്കെ വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക. വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഡിറൈവ് ചെയ്താൽ നമുക്ക് പി ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.956 എം സി എന്ന് വരും. പി എഫ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും m1 u1f ഡിവൈഡഡ് ബൈ റൂട്ട് 1 - u1f സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് m2 u2f ഡിവൈഡഡ് ബൈ റൂട്ട് 1 - u2f സ്ക്വയർ by c square എന്ന് എഴുതാം. again you will get 0.956 c എന്ന് കിട്ടും. so pi will be equal to pf എന്ന് കിട്ടും. കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ, റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മൊമെന്റം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ഫ്രെയിമിലും ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന കൺസർവേഷൻ ഓഫ് മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം ക്ലിയർ ആയി. പി ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആണ്, റിലേറ്റിവിസ്റ്റിക്കലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. റിലേറ്റിവിസ്റ്റിക്കലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പ്രധാനമായും കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. പലപ്പോഴും റിലേറ്റിവിറ്റിയുടെ മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ പറയുന്നതിന് മുമ്പായിട്ട് മാസിന്റെ വേരിയേഷനെ കുറിച്ചാണ് സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ളത്. സത്യത്തിൽ നമ്മൾ മൊമെന്റത്തിന്റെ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു മാസ് എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ സ്പീഡിനനുസരിച്ച് മാറും എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ഹെഡിങ്ങും കൂടി കൊടുക്കാം. ഇതൊന്ന് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ വേരിയേഷൻ ഓഫ് മാസ് with velocity. നമുക്ക് ഇങ്ങനെ എഴുതാം. റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി പി ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു വെക്ടർ വി എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ അതിനൊരു മാസ് ഉണ്ടായിരിക്കും. ആ മാസാണ് നമ്മൾ സാധാരണ എം എന്ന് യൂസ് ചെയ്യാറുള്ളത്. ഒരു പാർട്ടിക്കിൾ വി സ്പീഡിൽ ട്രാവൽ ചെയ്താൽ ഇറ്റ്സ് ന്യൂ മാസ് വിൽ ബി, റിലേറ്റിവിറ്റിയിൽ പറയുന്നത് മാസ് എന്ന് പറയുന്നത് മാറും, ന്യൂ മാസ് വിൽ ബി എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എം പ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ വേണമെങ്കിൽ ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. പി ഇസ് ഈക്വൽ ടു എം പ്രൈം വി എന്ന് എഴുതാം. എം പ്രൈം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് വിളിക്കും. റിലേറ്റിവിസ്റ്റിക് മാസ്, അതായത് ഒരു പാർട്ടിക്കുലർ റെസ്റ്റിലുണ്ടായിരുന്ന മാസിനേക്കാളും കൂടുതലായിരിക്കും ഈ വാല്യൂ. കാരണം എന്താ, എം പ്രൈം ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ എമ്മിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് റെസ്റ്റ് മാസ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. കാരണം പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരില്ല. ഇവിടെ റിലേറ്റിവിസ്റ്റിക് മാസും റെസ്റ്റ് മാസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എം പ്രൈം ഈസ് ഗ്രേറ്റർ ദാൻ എം. സോ മാസ് ഇൻക്രീസസ് വിത്ത് വെലോസിറ്റി. മാസ് ഇൻക്രീസസ് വിത്ത് വെലോസിറ്റി. അപ്പോൾ ലെങ്ത്തും ടൈമും ഒക്കെ പോലെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്ലോട്ട് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എം പ്രൈം ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. എം പ്രൈം ബൈ എം എന്ന് എഴുതുന്ന എത്ര വരും? 1 ബൈ റൂട്ട് 1 - v സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ് വരിക. സോ ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ എം പ്രൈം ബൈ എം ആൻഡ് വി ബൈ സി, നമുക്കറിയാം ഇഫ് വി ഇസ് ഈക്വൽ ടു സി,
if V is equal to C, m prime is equal to m divided by root 1 minus C by C whole square, that is equal to ഇൻഫിനിറ്റി വരും. അപ്പോൾ വി ബൈ സി, അതായത് വി ബൈ സി 1 ആണെങ്കിൽ എം പ്രൈം വിൽ ബിക്കം ഇൻഫിനിറ്റി. സോ യുവർ പ്ലോട്ട് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത് 1 ആണെങ്കിൽ എം പ്രൈം ഇങ്ങനൊരു പ്ലോട്ടാണ് കിട്ടുക. വി ബൈ സിയും എം പ്രൈം ബൈ എമ്മും കൂടി പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്, then its mass will becomes infinity. ഇതാണ് പാർട്ടിക്കിളിന്റെ മാസ്, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മാസ് കൂടും എന്നുള്ള ഒരു കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വളരെ റിലേറ്റിവിറ്റിയിൽ നമ്മൾ വളരെ പ്രധാനമായി പഠിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ ഓൾറെഡി മൊമെൻ്റത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒന്നും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി മാസ് എന്ന് പറയുന്നത് സ്പീഡിനനുസരിച്ച് മാറും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ രൂപത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ എം എന്ന് പറയുന്നത് റെസ്റ്റ് മാസും എം പ്രൈം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് എന്നാണ് വിളിക്കുക. രണ്ടാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു കോൺസെപ്റ്റാണ് സത്യത്തിൽ മാസ് എനർജി ഇക്വിവലൻസ് എന്ന് പറയുന്ന E=mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ റിലേഷനിലേക്ക് എത്തിച്ചേർന്നത്. മാസ് എന്ന് പറയുന്നത് എനർജിയുടെ മറ്റൊരു രൂപം മാത്രമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്കൊരു പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രോബ്ലം ഇതാണ്. വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് എ പ്രോട്ടോൺ? വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് എ പ്രോട്ടോൺ? വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് എ പ്രോട്ടോൺ? മൊമെന്റം ഓഫ് എ പ്രോട്ടോൺ moving at a speed of v is equal to 0.86 c. അതാണ് ചോദ്യം. ഒരു പ്രോട്ടോണിന്റെ മൊമെന്റ് ആണ് ചോദിച്ചത്. മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. P is equal to m divided by root 1 minus v square by c square into v. ഇതാണ് മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ, റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ v എന്ന് പറയുന്നത് 0.86 c ആണ്. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് m is equal to 1.67 into 10 raised to minus 27 കിലോഗ്രാം ആണ്. ഇത് സത്യത്തിൽ റസ്റ്റ് മാസ് എന്നാണ് റിലേറ്റിവിറ്റിയിൽ പറയുക. റസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് പി നമുക്ക് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10 റേസ് ടു മൈനസ് 27 ഇൻറ്റു വി എന്ന് പറയുന്നത് 0.86 ഇൻറ്റു 3 ഇൻറ്റു 10 റേസ് ടു 8 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് 0.86 സി ബൈ സി ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ ദ ഫൈനൽ ആൻസർ വിൽ ബി 8.4434 into 10 raised to minus 19 kilogram meter per second. SI unit of momentum നമുക്കറിയാം. നോർമലി നമ്മൾ ഉപയോഗിക്കാറുള്ളത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. പക്ഷേ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല പ്രോബ്ലത്തിലും, ഇതോടുകൂടി പ്രോബ്ലം അവസാനിച്ചു എങ്കിലും ഇതിൻ്റെ ഒരു എന്താ പറയുക എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ യൂണിറ്റ് പലപ്പോഴും റിലേറ്റിവിറ്റിയിൽ അത്ര റിലയബിൾ അല്ല. റിലേറ്റിവിറ്റിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മളൊരു യൂണിറ്റ് ഉപയോഗിക്കാറുള്ളത് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്, യൂണിറ്റ് ഓഫ് മൊമെൻറ്റം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എങ്ങനെയാണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. പി ഇൻറ്റു സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എനർജിയാണ്. ഫോട്ടോൺ എനർജീനെ പി സി എന്നൊക്കെയാണ് സാധാരണ എഴുതാറ്, ഓർമ്മയുണ്ടാവും. നമ്മൾ പല എന്താ പറയുക മോഡേൺ ഫിസിക്സിൻ്റെ മറ്റ് ടോപ്പിക്കുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടോ. ഒരു ഫോട്ടോണിൻ്റെ മൊമെൻറ്റം പി ഇൻറ്റു സി എന്നാണ് എഴുതുക. പി എന്ന് പറയുന്ന മൊമെൻറ്റവും സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റുമാണ്. എനർജിക്കുള്ള ഒരു യൂണിറ്റാണ് മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. എനർജിക്ക് ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിക്കാം, മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിക്കാം, ജൂൾ ഉപയോഗിക്കാം. എനർജിയുടെ SI യൂണിറ്റാണ്
ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പി സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സി. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ MEV/C എന്ന് എഴുതിയത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അറിയാം നമ്മളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഫോർമുല, ഈ ഫോർമുലയിൽ തന്നെ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് എഴുതാം. mv/√y 1 - v²/c² എന്നാണ് എഴുതിയത്. നമുക്കൊരു കാര്യം ചെയ്യാം. PC = mvc/√1 - v²/c² എന്ന് എഴുതാം. ലെഫ്റ്റിലും റൈറ്റിലും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വട്ടം കൂടിയും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mc² × v/c എന്ന് എഴുതിയാൽ മതി. mvcനെ എങ്ങനെ എഴുതാം? mc² × v/c √1 - v²/c² എന്ന് എഴുതാം. mc² എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഇറ്റ് ഈസ് ദ റെസ്റ്റ് എനർജി ഓഫ്, എന്താ റെസ്റ്റ് എനർജി എന്നൊക്കെ പിന്നീട് പഠിക്കും. റെസ്റ്റ് എനർജി ഓഫ് പ്രോട്ടോൺ ആണ് ഈ പ്രോബ്ലത്തിൽ. പ്രോട്ടോണിൻ്റെ റെസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ mc² എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എം എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 × 3 × 10⁻8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ആ റിസൾട്ട് എന്ന് പറയുന്നത് 1.503 × 10⁻⁻10 ജൂൾ ആണ്. അതിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 ജൂൾ എന്ന് പറയുന്നത് 1.6 × 1 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ 1.6 × 10⁻⁻13 ജൂൾ ആണ് 1 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് വരെ. മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.503 × 10⁻⁻10 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻13 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഈ ഉത്തരം വരിക. mc². ദാറ്റ് വിൽ ബി ഈക്വൽ ടു 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് വരിക. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. v/c എന്ന് പറയുന്നത് 0.86 ആണ് വരിക. ഡിവൈഡഡ് ബൈ √1 - 0.86c/c ഹോൾ സ്ക്വയർ എന്ന് വരും. സോ യുവർ PC വിൽ ബി, ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരിക 1580 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് വരിക. സോ P വിൽ ബി 1580 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി. ഇങ്ങനെയും മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, SI യൂണിറ്റിൽ എഴുതിയ മൊമെൻറ്റം പോലെ തന്നെ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്യാം. അത് പല പ്രോബ്ലത്തിനും നമ്മൾ ഈ രൂപത്തിൽ